അൻസുവിനെ വർക്കിൻ്റെ ഇടയ്ക്ക് ഡിസ്ട്രാക്ട് ചെയ്യുന്നൊരു ഫാക്ടർ എന്താണ്? ഡിസ്ട്രാക്ട് ചെയ്യുന്ന കാര്യം എന്താണ്? അത് മെയിനായിട്ട് നമ്മളിപ്പോ ഒരു വീട് ചെയ്തോണ്ടിരിക്കുക, അപ്പത്തേക്ക് ആരെങ്കിലും സൈഡിൽ കൂടെ ഒന്ന് ചളിയിടിക്കും. ചെയ്ത് കഴിഞ്ഞ് അടുത്ത ഷോട്ടിന് വേണ്ടിയിട്ട് മീൻസ് സ്റ്റാൻഡൊക്കെ മാറ്റി അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ തന്നെ ഒരാൾ ചിലർ ചിലപ്പോൾ ഞാൻ തന്നെ അടിയോടെ അടിക്കുന്നു, പറയാൻ പറ്റില്ല. ചിലപ്പോൾ എൻ്റെ വീട്ടുകാരായിരിക്കും, ചിലപ്പോൾ പന്ന ആൾക്കാരടിക്കുക, കൂട്ടുകാരൊക്കെ ആയിരിക്കും അടിക്കുന്നത്. അപ്പം നന്ദു എന്ന് പറഞ്ഞ ഒരുത്തനുണ്ട്, അവനൊക്കെ ചളി പറഞ്ഞ് അവൻ നല്ലോണം അത്യാവശ്യം അവനെല്ലാ ചളി അടിക്കാറുണ്ട്. അപ്പൊ ഇവൻ ഈ വീഡിയോ ഇടയ്ക്ക് ചളി പറഞ്ഞ് തുടങ്ങിയ മിണ്ടാരിടാന്ന് പറഞ്ഞാലും അവൻ മനസ്സിൽ കൂടെ മീൻസ് ഒച്ചൊറച്ച പറഞ്ഞ് തീരാതെ നിർത്തൂല. അതാണ് അതെനിക്ക് കുറച്ച് ദേഷ്യം വരും. മറ്റേ സ്ട്രിക്റ്റ് നല്ലതാ, പക്ഷെ എനിക്ക് ഇഷ്ടം. സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറക്ടർ ആണോ? അല്ല 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 അല്ല. ഇപ്പൊ ആരെങ്കിലും ഒക്കെ തെറ്റിച്ച, ഇപ്പം ഏജ്ഡ് ആയിട്ടുള്ളവരെയൊക്കെ ഒരുപാട് സ്ക്രീനിൽ കൊണ്ടുവരുന്നുണ്ടല്ലോ. ശരിക്കും ഭയങ്കര കഴിവാണ് കേട്ടോ. ഇപ്പം ഒന്നും ചെയ്യാതെ, ഇപ്പം വീട്ടിലൊക്കെ ഒന്നും ചെയ്യാതിരുന്ന ചേച്ചിമാരെ അമ്മൂമ്മമാരെയൊക്കെ ഇത്രയും ആക്ട് ചെയ്യിപ്പിക്കണമെങ്കിൽ അത് അൻസുവിന്റെ കഴിവാണ്. അൻസുവിന്റെ മാത്രം കഴിവാണോ അതോ അവരുടെയും കൂടെ? അവർക്കും കഴിവുണ്ട്, എനിക്കും കഴിവുണ്ട്, എല്ലാവർക്കും കഴിവുണ്ട്. അമ്മമാര് മീൻസ് ഞാൻ പറയണ മനസ്സിലായില്ലെങ്കിൽ അമ്മയാണ് പറയാറ്. അമ്മമ്മമാർക്ക്. ഓക്കെ. ഇവരൊക്കെ ഒരുപാട് ടേക്ക് പോകാറുണ്ടോ അമ്മമാരെയൊക്കെ അഭിനയിപ്പിക്കുമ്പോ? ഒന്നാമത് ഇവര് എല്ലാരും ചെയ്യാൻ നല്ല റിയാലിറ്റി ആയിട്ടാണ് ചെയ്യണത്. വലിയ ടേക്കില്ല, ചിലപ്പോ ചിലവരൊക്കെ ഉള്ളൂ, എന്നാലും അത്രയൊക്കെ ടേക്കൊന്നും പോറില്ല. പിന്നെ എന്റെ മനസ്സിലുള്ള ഒരു സംഭവം കിട്ടണ വരെ ഞാൻ ജീവിക്കും, അത്രേ ഉള്ളൂ. ഇതുവരെ ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കണ്ടന്റ് ഏതാ? ശുഭദിനം എനിക്ക് ഇഷ്ടമായി. പിന്നെ മറ്റേ കൺവിൻസിങ് ജൂനിയേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു 5 മില്യനൊക്കെ അടുത്തിരിക്കുന്നത്, 5-6 മില്യൺ അത്രയൊക്കെ അടിച്ച ആ വീഡിയോയും എനിക്കിഷ്ടമായി. പിന്നെ മിച്ചർ പറക്കുന്നത്. സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഉള്ള മറക്കാൻ പറ്റാത്ത ഒരു ചിരി അനുഭവം, ഫൺ ഇൻസിഡന്റ്. മിക്ക സിനിമ പോകുമ്പോഴത്തേക്കും ഈ കൗണ്ടർ എന്ന് പറഞ്ഞ സാധനം എല്ലാവരുടെയും മനസ്സിലും ജീവിതത്തിൽ തന്നെ ഉള്ളതായതുകൊണ്ട് ചിലപ്പോൾ ഷോട്ടൊക്കെ എടുക്കാൻ നേരത്ത് ആ മേക്കേഴ്സ് തന്നെ അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് തന്നെ ചിരിപ്പിക്കുകയൊക്കെ ചെയ്യും. ട്രെൻഡിനെ ഫോളോ ചെയ്യാനാണോ ഇഷ്ടം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഇതുപോലെ ക്രിയേറ്റ് ചെയ്ത് ട്രെൻഡ് ആക്കാനാണോ ഇഷ്ടം? സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത് ട്രെൻഡ് ആക്കുന്നതും രണ്ടും എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ട്രെൻഡ് ഇപ്പൊ ഒരു സംഭവം ഉണ്ട്, മീൻസ് ഒരു സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതിനെ വെച്ചൊരു കണ്ടന്റ് ഉണ്ടാക്കുന്നതും ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ്. അപ്പോൾ കുറച്ചും കൂടെ വ്യൂസ് കിട്ടില്ല. അപ്പൊ ശുഭദിനൊക്കെ അങ്ങനെ കയറി. അപ്പൊ ആ സമയത്ത് ആ കൊച്ചു ഭയങ്കര ട്രെൻഡ് ആയിരുന്നല്ലോ. ഫേവറേറ്റ് കണ്ടന്റ് ക്രിയേറ്റർ ആരാ? അൻസുവിന്റെ ഫേവറേറ്റ് എനിക്ക് 2 പേരുണ്ട്. അല്ല, കുറെ പേരുണ്ട്. ഹാഷിറിന്റെ വീഡിയോസും അമീനൽ അവരുടെ വീഡിയോസും ജയകൃഷ്ണൻ ശ്രീകുമാർ അവരുടെയൊക്കെ വീഡിയോസ് എല്ലാവരും എനിക്കിഷ്ടം. നിർബന്ധിക്കാറുണ്ടോ അമ്മയോ അച്ഛനോ ഇത് ചെയ്യാൻ വേണ്ടിട്ട്? അതോ അങ്ങനെയില്ല, ഞാൻ ചെയ്യണം എന്ന് പറഞ്ഞിരിക്കും. മീൻസ് എന്നാ ചെയ്യെന്ന് പറഞ്ഞ് എന്നാ ഇപ്പൊ സമയം ഉണ്ടല്ല, എന്നാ ഇപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞ് അമ്മയും പപ്പയൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ അനസുവിന് ഇപ്പം വേറെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തോണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് അമ്മ പറയാണ് ഇത് പോയിട്ട് അത് ഷൂട്ട് ചെയ്യുന്നു പറഞ്ഞ എങ്ങനെയായിരിക്കും? നീ എന്തൊക്കെ ഇത് കളിച്ചോണ്ടിരിക്കുന്നത്, നിനക്ക് വീഡിയോ ഷൂട്ട് ചെയ്തൂടെ, അല്ലെങ്കിൽ കണ്ടന്റ് ചെയ്തൂടെ, അല്ലെങ്കിൽ പഠിച്ചൂടെ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചോദിച്ചാൽ എന്തായിരിക്കും? ചെറിയൊരു ദേഷ്യമൊക്കെ ഉണ്ടാവും. ദേഷ്യം മീൻസ് ഞാൻ ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ അപ്പൊ വേറൊരു കാര്യം പറഞ്ഞാൽ എനിക്ക് അത്ര ഇഷ്ടമല്ല. എന്നാൽ ചുമ്മാ ഇരിക്കണോ ഓക്കെ, അല്ലാതെ പറയുകയാണെങ്കിൽ അല്ല, ചുമ്മാ ഇരിക്കണ പറയുന്നത് എനിക്ക് കുഴപ്പമില്ല, അതിന് ചെയ്യാനുള്ള നോക്കും. ഇപ്പം കുറെ നേരമായിട്ട് ജയകൃഷ്ണൻ സാറിനെ പറ്റി പറയുന്നുണ്ടല്ലോ, എന്താണ് ശരിക്കും ആരാണ് ജയകൃഷ്ണൻ സാർ? ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെല്ലാവരുടെ ബാക്ക് ബോൺ ആണ്. കോമഡീസ് എന്ന് പറഞ്ഞൊരു ആ പ്രോഗ്രാമിന് പോയപ്പോൾ അവിടെ ഞങ്ങളെ സ്കിറ്റിന് ഗ്രൂമറായിട്ട് നിന്നാണ് സാറ്. പക്ഷെ ഇപ്പോൾ ഞങ്ങൾ പിന്നെ ഭയങ്കര കമ്പനിയായി. പിന്നെ സാറ് ഒന്നാമത്തെ വീഡിയോ ക്രിയേറ്ററും കൂടെയാണ്, ജയകൃഷ്ണൻ ശ്രീകുമാർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയായിരിക്കും. പിന്നെ ഈ സാറും ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട് കുറച്ച് സിനിമയൊക്കെ, പിന്നെ അഭിനയിക്കുന്നുമുണ്ട്. അപ്പോൾ സാറിനും സ്ക്രിപ്റ്റ് റൈറ്ററാണ്, നന്നായിട്ട് സ്ക്രിപ്റ്റൊക്കെ എഴുതും, ഗ്രൂമറാണല്ലോ. അങ്ങനെ എന്നിട്ട് സാറോട് ഞങ്ങൾ ഭയങ്കര കമ്പനിയായി. എന്നിട്ട് സാറാണ് ജസ്റ്റ് ഒന്ന് തോട്ട് തന്നത് ഞങ്ങൾക്ക്, ഒന്ന് ചെയ്ത് നോക്കിയാലോ എന്ന് പറഞ്ഞ്. ചിലപ്പോൾ നിനക്ക് എൻ്റെ ടാലന്റ് കണ്ടിട്ട് എൻ്റെ കൂടെ നിൽക്കുന്നതാണ് സാറ്. അപ്പോൾ സാറ് എല്ലാത്തിനും ഭയങ്കര സപ്പോർട്ടാണ്, എല്ലാത്തിനും സജഷൻസ് ഒക്കെ ഉണ്ടോ ചോദിക്കാം, ഐഡിയാസ് ഒക്കെ പറഞ്ഞുതരും. അങ്ങനെ ഇതാ നല്ലതായിരിക്കും, ഇതിനേക്കാളും കൂടുതൽ മറ്റേതായിരിക്കും നല്ലത്, അങ്ങനെയൊക്കെ പറഞ്ഞുതരും. ഓക്കെ. ഇനിയിപ്പം എന്താണ് അൻസുവിന്റെ ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ ഇനിയിപ്പം അങ്ങോട്ട്? എനിക്ക് നല്ലൊരു ആക്ടർ ആവണം,
പിന്നെ ഡയറക്റ്റ് ചെയ്യണം. അങ്ങനെ നല്ല എനിക്ക് SI IPS അങ്ങനെയൊക്കെ ആവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ജോലി വെച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെയാണ് ഇഷ്ടം. ഓക്കെ, ഒരു എല്ലാം വേണം. ഓക്കെ. പോലീസ് ആകുമ്പോഴത്തേക്ക് ആക്ടിങ് കരിയർ എങ്ങനെ കൊണ്ടുപോകും അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? അതേ ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ ഇവരോടൊക്കെ ചോദിച്ചിട്ടുണ്ട്, പപ്പാടെ അമ്മയോടൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ പറഞ്ഞ് മെയിനായിട്ടും കേറിയിട്ട് 3 മാസത്തേക്ക് ലീവ് എടുക്കും, അങ്ങനെ എന്തോ പറഞ്ഞു. 6 മാസോ 3 മാസോ ലീവ് എടുത്തിട്ട് ഇപ്പോഴേ ഫുൾ പ്ലാൻഡ് ആണല്ലേ? കുറച്ചൊക്കെ അത് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. എന്റെ കുഞ്ഞിനോട്ടുള്ള ആഗ്രഹമായിരുന്നു എനിക്ക് ചെയ്യാവണം, പോലീസ് ആവണം. ഇപ്പൊ ഈ 3 മാസത്തെ ലീവിന്റെ സംഭവമൊക്കെ ഉണ്ടല്ലോ, അച്ഛൻ പറഞ്ഞു തന്നെയായിരിക്കോ? അച്ഛനാണോ പറഞ്ഞു തന്നെ ഐഡിയ? അച്ഛൻ പോലീസാണെന്ന് തോന്നുന്നു അല്ലേ? നേരത്തെ പപ്പായ്ക്ക് അറിയാം അതിനെ കുറിച്ചൊക്കെ. ഓക്കെ, അപ്പോൾ എന്തായാലും അൻസുന്റെ ഡ്രീം പോലെ പോലീസും ഈ പറഞ്ഞ പോലെ വലിയൊരു ആക്ട്രസും ഒക്കെ ആയിട്ട് നാളെ ഞങ്ങളുടെ മുമ്പിൽ വരട്ടെ. അപ്പൊ പോലീസായിട്ടുള്ള ഒരു ആക്ടർ നമുക്ക് കിട്ടാൻ പോവാണെന്ന് തോന്നുന്നു അല്ലേ ഭാവിയിൽ. അപ്പോൾ എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ് മോളെ. താങ്ക് യു സോ മച്ച് ഇത്രയും നേരം നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്തത്. താങ്ക് യു. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.